നമസ്കാരം. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫി തീവ്ര മൗലികവാദിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ADGP MR അജിത് കുമാറാണ് ഈ കാര്യം സ്ഥിരീകരിച്ചത്. ഷാരൂഖ് സൈഫിയാണ് കുറ്റകൃത്യം ചെയ്തതെന്നും സ്ഥിരീകരിക്കുന്നു. പ്രതി തീവ്ര മൗലികവാദിയാണ്. സാക്കിർ നായിക്, ഇസ്ര അഹമ്മദ് തുടങ്ങിയ മൗലികവാദികളായ ആളുകളുടെ വീഡിയോകൾ നിരന്തരം ഇയാൾ കണ്ടിരുന്നു. പ്രതി മൗലികവാദിയായതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് കേരളത്തിലെത്തിയത്, കുറ്റം ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വിവിധ സേനകളുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തി. കേന്ദ്ര ഏജൻസികളുടെ സഹായവും ഈ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. കിട്ടിയ എല്ലാ തെളിവുകളും അടിസ്ഥാനമാക്കിയാണ് ഇന്നലെ UAPA ചുമത്തിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തി എന്നും ADGP വ്യക്തമാക്കുന്നു. അതോടൊപ്പം പ്രതിക്ക് സഹായം ലഭിച്ചോ ഇല്ലയോ എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ADGP MR അജിത് കുമാർ പറയുകയാണ്. ഇതുവരെ പോലീസ് അന്വേഷണം ശാസ്ത്രീയമായിരുന്നു. എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വിപുലമായി അന്വേഷിക്കേണ്ട കേസാണിത്. പ്രതിക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടായോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. 27 വയസ്സ് മാത്രമാണ് പ്രതിക്കുള്ളത്. +2 വരെ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. നാഷണൽ ഓപ്പൺ സ്കൂളിലാണ് പഠിച്ചത് എന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തൃപ്തികരമാണെന്ന് പോലീസ് പറയുമ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാവുകയാണ്. ആരുടെയും തുണയില്ലാതെയാണോ പ്രതി ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തത്? ഡൽഹിയിലെ സ്വന്തം സ്ഥലത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ബന്ധുക്കൾ പറയുന്ന ഷാരൂഖ് സൈഫി എങ്ങനെ കേരളത്തിലെ ഷൊർണൂരിലെത്തി? ട്രെയിനിൽ ഇത്രയും വലിയൊരു അക്രമം നടത്തി? ബാഗ് നഷ്ടമായിട്ടും അക്രമശേഷം എങ്ങനെ പ്രതി വസ്ത്രം മാറി? ഇതിനൊന്നും മറുപടി പറയാൻ പോലീസിന് സാധിച്ചിട്ടില്ല. സംഭവം നടന്ന അന്നു മുതൽ അക്രമത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന ആക്ഷേപം ഉയർന്നപ്പോൾ അംഗീകരിക്കാൻ പോലീസ് തയ്യാറായതുമില്ല. ഒടുവിൽ ദിവസങ്ങൾ കഴിഞ്ഞ ഇതാ സമ്മതിക്കുന്നു, പ്രതിക്ക് വലിയ ബന്ധങ്ങളുണ്ട്, മൗലികവാദിയാണ്, അക്രമത്തിന് പിന്നിൽ എന്തൊക്കെയോ സംശയിക്കേണ്ടതുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ തീവ്രവാദ ബന്ധം കണ്ടെത്താൻ വൈകിയതോ വൈകിപ്പിച്ചതോ എന്ന സാധാരണക്കാരൻ്റെ സംശയത്തിന് ബലം വർദ്ധിക്കുകയാണ്. ഈ വിഷയമാണ് ക്വസ്റ്റ്യൻ അവർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി റിട്ടയർഡ് SP സുഭാഷ് ബാബു, LDF നേതാവ് ആയുർ ബിജു, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു എന്നിവരാണ് ചേരുന്നത്. മുഴുവൻ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ആദ്യം റിട്ടയർഡ് SP സുഭാഷ് ബാബുവിലേക്കാണ്. ശ്രീ സുഭാഷ് ബാബു, ആദ്യഘട്ടം മുതൽ ഇതിൽ സംശയം വന്നിരുന്നതാണ്. ഏതൊക്കെയോ സംഘടനകളുടെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ പിന്തുണ ഈ വ്യക്തിക്കുണ്ട്, ഈ പ്രതിക്കുണ്ട് എന്ന്. അന്ന് തന്നെ തീവ്രവാദ ബന്ധമുണ്ടോ എന്നൊരു സംശയം ഉയർന്നു വന്നിരുന്നു. ചില തെളിവുകൾ കൂടി NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറായില്ല. സംഭവം നടന്ന് ഇത്രയും നാളിന് ശേഷം കൃത്യമായ തെളിവുകൾക്കപ്പുറം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായി പറയാൻ പോലീസിനാവുന്നില്ല. ഒടുവിൽ ഇതാ പറയുന്നു, മൗലികവാദിയാണ്, എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം വന്നതാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇത്രയും നാൾ വൈകേണ്ടിയിരുന്നോ ഈ നിഗമനത്തിലെത്താൻ പോലീസ്? തീർച്ചയായിട്ടും അല്പം വൈകിപ്പോയി എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. കാരണം ഈ കേസിലെ സംഭവം നടന്ന ആ ദിവസം തന്നെ ഇതുണ്ടായിരിക്കുന്ന ഒരു തീവ്രവാദ ആക്രമണം എന്നുള്ള ഒരു ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നതിന്റെ നിർവചനത്തിനുള്ളിൽ വരുന്നതാണ്. സെക്ഷൻ 15 UAPA ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇത് പ്രതി ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ ജനങ്ങളില് ഭീതിയോ ഭയമോ ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ ബോംബ്, അല്ലെങ്കിൽ കെമിക്കൽ ആയുധങ്ങൾ, അതല്ലെങ്കിൽ ഇതേമാതിരി തീ കത്താൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്ന മാതിരിയുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെ തീവ്രവാദം എന്നുള്ളതിന്റെ നിർവചനത്തിനുള്ളിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു തീവ്രവാദം ആക്രമണമായിരുന്നു എന്നുള്ളതിന് നമുക്ക് ആദ്യം തന്നെ സംശയമില്ല. പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഭീകരവാദികളുടെ ആക്രമണത്തിൽ നിന്നും കുറെ കൂടെ അപകടകരമായ രീതിയിലാണ്. അതായത് ആളുകൾ നേരിൽ കാണുക, അവരെ നോക്കി നിൽക്കുമ്പോൾ
അവരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് പെട്രോൾ അതിനകത്ത് തീ കൊളുത്തുകയാണ്. തീ കൊളുത്തുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു തീവ്രവാദി എന്നുള്ള രീതിയിലല്ല, അതിതീവ്രവാദി എന്നുള്ളതിന് അതിനേക്കാൾ അന്ധമായ തീവ്രവാദം ഉണ്ട് എന്ന് തന്നെ നമ്മൾ ആദ്യത്തെ കുറ്റകൃത്യത്തെ തന്നെ സംശയിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ബാഗ് അവിടെ ഉപേക്ഷിക്കാൻ പോയത് അദ്ദേഹം ബോധപൂർവ്വം ഉപേക്ഷിച്ചതാണോ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ സമയത്തുണ്ടായിരുന്ന തീപ്പൊള്ളൽ ഏറ്റത് കൊണ്ടുള്ള ആ സമയത്തുണ്ടായിരുന്ന ആഘാതം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉൾപ്പെടെ പിറ്റേ ദിവസം നമ്മൾ കണ്ടിരിക്കുന്നു, കണ്ണിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് പിന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. പൊള്ളലേക്കുകയും പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാലിലും ശരീരത്തിന്റെ ഭാഗങ്ങളിലും തീ ആളിപ്പടരുന്നതായിട്ട് ദൃക്സാക്ഷികളും പറഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് പുറത്തു ഓടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ സാധിക്കില്ല. അതൊക്കെ ആദ്യത്തെ ദിവസം മുതലേ ഞാൻ പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മളൊരു തീവ്രവാദി എന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിന് താഴെ ഒരു നിർവചനത്തിലും ആ വ്യക്തിയെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല. കേരളത്തിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വന്നത് തന്നെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ട്രെയിനിലാണ്. അത് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ചെയ്യാം. അപ്പോ അത് ചെയ്യാൻ അദ്ദേഹത്തിന് സ്വന്തം ആവശ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിനിൽ തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നല്ലോ. അത് ഇവിടെ കേരളത്തിൽ വരേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനെ ആകർഷിക്കുന്ന ഏതെങ്കിലും ഘടകം അല്ലെങ്കിൽ ഏതെങ്കിലും ആ സംഘടനാപരമായ അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തിന് നേരിട്ടോ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. പിന്നെ തന്നെയല്ല, ഇതില് തെരഞ്ഞെടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മുഴുവൻ ഭാഗത്തും കൂടെ ഓടിപ്പോകുന്നതല്ല. ഒരു പ്രത്യേക ഭാഗത്ത്, അതായത് കണ്ണൂർ മുതൽ ആലപ്പുഴ വരെയുള്ള സ്ഥലത്ത് ഓടുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിനില് അദ്ദേഹം ഇതേമാതിരി ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ, അതും അവിടെ എത്തിയതിനു ശേഷം വളരെ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചതിന് ശേഷം ഇതേമാതിരി ഒരു ആക്രമണം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും അതീവ ഗൗരവതരവും അതിനേക്കാൾ ഭീകരത സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ കേരളത്തിലെ ഇത് ആദ്യത്തെ സംഭവം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റു സ്ഥലത്തും അപൂർവം ചിലതുണ്ടാകും. പക്ഷെ ഇതേ രീതിയിൽ ആളുകളുടെ യാത്രക്കാരുടെ മുഖത്തേക്ക് ശരീരത്തേക്ക് പെട്രോൾ ഒഴിച്ചോ അല്ലെ മറ്റേതെങ്കിലും രീതിയിലോ ഇതേമാതിരി ഒരു ആക്രമണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ അറിവിൽ. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ തീവ്രവാദിയാണ് എന്നുള്ളതിന് സംശയം വേണ്ട. പിന്നെ പോലീസിനെ സംബന്ധിച്ച് പോലീസിനത് കേരളത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ച് അത് അവരുടെ അഭിമാനത്തെ പ്രശ്നമാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ UAP എടുത്ത് അവർക്ക് സെൻട്രൽ ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാല് പോലീസിന് അതിനകത്തിൽ എന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതിന്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ അല്പം താമസിച്ചിരിക്കും. അപ്പൊ ഇത്രയും താമസിക്കേണ്ടായിരുന്നു. 2-3 ദിവസം അന്വേഷിച്ചാൽ തന്നെ ഇത് മനസ്സിലാകാവുന്നതാണ്. പിന്നെ ഇദ്ദേഹം തീവ്രവാദിയാണെന്നും തീവ്രവാദികളുടെ സംഘടനയായിട്ട് ബന്ധമുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ പിന്നെ ബയോഡേറ്റകള് സെൻട്രൽ ഏജൻസികളുടെ ശേഖരത്തിലുണ്ടെന്നും അവരുടെ ഡേറ്റാബേസിൽ ഉണ്ടെന്നുള്ളതും ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ പെട്ടെന്ന് കൈമാറുകയും ആ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കുകയും NIA IB പരിശോധിക്കുകയും അദ്ദേഹം ഇതേമാതിരി ഷഹീൻ ബാഗിലുള്ള ആളാണ്, ഇന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ താമസം എന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തതിന്റെ സാഹചര്യത്തിൽ പിന്നെ അതുകൊണ്ടാണ് പോലീസ് ഇവിടെ വലിയ ബഹളമൊന്നും ഉണ്ടാകാതെ അവിടെ പോയി ഇവിടെ പോയി അവിടെ സെർച്ച് നടത്തി 4 ആളെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്തു. അതൊന്നും ഈ കേസിൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഇത്രയും വിവരങ്ങൾ അത് ശുഷ്കാന്തിയോടുകൂടി പോലീസ് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം ആ വിവരം അവിടെ കിട്ടുമ്പോൾ തന്നെ ഇയാൾ തീവ്രവാദമായിട്ട് ബന്ധമുള്ള ആളാണ് എന്ന് ഡേറ്റാബേസിൽ നിന്ന് NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ കേരള പോലീസിനെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അത് തീവ്രവാദിയാണെന്ന് അന്ന് തന്നെ നമുക്ക് മുദ്രവെത്താമായിരുന്നു. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ഒരു ഹീനമായ ഒരു അക്രമം അത് കേരളത്തെ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അക്രമം ചെയ്യുമ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള അതൊരു അഭിമാന പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള അഭിമാന പ്രശ്നമാകുമ്പോൾ കേരള പോലീസ് അവരുടേതായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടും അവര് വിചാരിച്ച മാതിരി ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോൾ ആകെ ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹത്തെ പറ്റി കുറച്ച് വിവരങ്ങളല്ലാതെ സംഘടനാപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നതിൽ നിന്നോ മറ്റു രീതിയിലോ ലഭിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനി അത് താമസിപ്പിക്കേണ്ടെന്ന് തോന്നുകയും അതിന്റെ പശ്ചാത്തലത്തിൽ UAPയെ ചുമത്തുകയും അത് പിന്നെ ഇനിയിപ്പം കൈമാറുന്നതിന് കുറച്ച് ദിവസം കൂടെ എടുക്കും. റിപ്പോർട്ട് പോകണം, ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിട്ട് സെൻട്രൽ ഹോം
മിനിസ്ട്രി ചെന്ന് അവിടെ നിന്ന് ഒരു ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലേ ഇത് അവര് ടേക്ക് ഓവർ ചെയ്യുള്ളൂ. എന്തായാലും അത്രയും സമയം കൂടെ അതുവരെ കേരള പോലീസ് തന്നെ ഇത് അന്വേഷിക്കണം. അന്വേഷിച്ച് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ മുമ്പേ കൊടുക്കാമായിരുന്നു. ആദ്യത്തെ 3-4 ദിവസം ഇവർക്ക് ശ്രമിച്ചു നോക്കായിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം ഞങ്ങളുടേതായ രീതിയിൽ കിട്ടുമോ എന്ന് പരിശ്രമിച്ചോ. സ്വാഭാവികമായിട്ട് ഏതൊരു സംസ്ഥാന പോലീസും ആ രീതിയിലേ അത് എടുക്കുകയുള്ളൂ. നമ്മൾ അതുകൊണ്ട് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാലും ശരി, ഇത്ര താമസിക്കേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോഴെങ്കിലും കൈമാറി എന്ന് പറയുമ്പോൾ നമുക്കിനിയും ശുഭപ്രതീക്ഷയോടുകൂടി സെൻട്രൽ ഏജൻസി കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട്, കാരണം മുമ്പത്തെ നമ്മളെ ഇവിടുത്തെ പല കേസുകളായാലും, ഇപ്പം പാരായക്കുളം കേസായാലും നമ്മുടെ കനകമല കേസായാലും അങ്ങനെയുള്ള എല്ലാ കൊട്ടാരക്കരയിലുള്ള പല സംഭവങ്ങളും സെൻട്രൽ ഏജൻസികൾ ഭംഗിയായിട്ട് അത് അന്വേഷണം നടത്തുകയും അന്വേഷിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ കേസുകളൊക്കെ ശിക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് കേസും അതേമാതിരി ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, ആരന്വേഷിച്ചാലും കേരളീയർക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ വന്നു, ആരെന്ത് ചെയ്തു, ഇതിലെ ആരെല്ലാം ഉൾപ്പെട്ടു എന്നുള്ളത് അറിയുക എന്നുള്ള പറഞ്ഞ ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഇങ്ങനെ വന്നതുകൊണ്ടുള്ള ഭയവും ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ സുതാര്യമായ ഒരു അന്വേഷണ പ്രക്രിയയും അതിനോട് കൂടിയിട്ട് ഇതിൽപ്പെട്ട ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. ഇനി എന്തായാലും ശരി, NIA-യിൽ എത്താൻ ദിവസം എടുത്താലും തന്നെ ഇനിയും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് അന്വേഷണം പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ സേനാപതി വേണു, ഇവിടെ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുന്നു. ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായി പോലീസ് ഇടപെടുന്നു. ഈ പ്രതിയെ തിരിച്ചറിയുന്നതിൽ ആദ്യ നേട്ടം കൈവരിച്ചത്, അല്ലെങ്കിൽ ആരാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് എത്തിയത്, കേരള പോലീസ് തന്നെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും രീതിയിലൊരു മേൽക്കൈ നേടാൻ, ഈ അന്വേഷണ പുരോഗതിയിൽ ഒരു മേൽക്കൈ നേടാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണോ കോൺഗ്രസും താങ്കളും വിലയിരുത്തുന്നത്? അല്ല, തീർച്ചയായും ഇവിടെ സുഭാഷ് ബാബു സാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭവം നടക്കുന്നത് 2-ാം തീയതിയാണ്. 2-ാം തീയതി ഈ സംഭവം നടന്നതിന് ശേഷം വീണ്ടും ഈ ആള് 15 മണിക്കൂറോളം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനടുത്ത് ഇയാള് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ കേരളം വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇയാളെ പിടിക്കുവാനുള്ള ബന്ദോബസ്ത് കേരള പോലീസിന് ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഒരു റിട്ടയർഡ് SP എന്ന നിലയിൽ സുഭാഷ് ബാബു സാർ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. കാരണം പ്രദേശങ്ങൾ അലർട്ടാക്കാനും ഇയാള് ട്രെയിൻ മാർഗമോ റോഡ് മാർഗമോ അല്ലെങ്കിൽ വായു മാർഗമോ എയർ മാർഗമോ രക്ഷപ്പെടാതിരിക്കാൻ പഴുതുകൾ അടച്ച് എല്ലാ വഴികളും തടയാൻ പോലീസിന് കഴിയുമായിരുന്നു. പോലീസ് അത് ചെയ്തില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രതി ഇവിടെ നിന്ന് 850 കിലോമീറ്റർ അകലെ മഹാരാഷ്ട്രയിലെ രത്നഗിരി വരെ പോകാനും അവിടെ നിന്ന് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഈ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും അന്വേഷണത്തിനുണ്ടാകുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു പോരായ്മ. ഇവിടെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് 10 ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് ശേഷവും നിർണായകമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. നിർണായകമായ തെളിവ് ഇവിടെ SP അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രതിയാണ് കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനെ കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് ലിങ്ക്സ്, അതാണ് ഈ കേസ് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ നമ്മൾ 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഇപ്പം സാർ പറഞ്ഞതുപോലെ പൊള്ളലേറ്റ ആളാണ് ഈ പ്രതി ഷാരൂഖ്. ആ പൊള്ളലേറ്റ പ്രതിയുടെ പൊള്ളലേറ്റ ഷർട്ടുകൾ ഒന്നും കണ്ടിട്ടില്ല. അയാൾ പുതിയ ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ ബാഗ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് കിട്ടി, അല്ലെങ്കിൽ താഴെ കിടന്ന് കിട്ടി. അപ്പൊ പുതിയ ഷർട്ട് അദ്ദേഹത്തിന് കിട്ടാൻ ഒന്നുകിൽ അത് ആരെങ്കിലും കൊടുത്തിട്ടുള്ളതാണ്, അതല്ല എങ്കിൽ അദ്ദേഹം കരുതി കൂട്ടി വേറെ ഡ്രസ്സ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം. അപ്പോ ആ കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. 2, അദ്ദേഹത്തിന്റെ ഭക്ഷണപ്പൊതി അവിടെ നിന്ന് കിട്ടിയ ടിഫിന്റെ അകത്ത് കേരളത്തിൽ പ്രിപ്പയർ ചെയ്ത, എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാരൻ സാധാരണ കഴിക്കാത്ത, നമ്മുടെ നാട്ടിലെ ഫ്രഷ് ആയിട്ടുള്ള, ഇവിടെ പാചകം ചെയ്യുന്ന ഇല്ലെങ്കിൽ ഇവിടുത്തെ രുചിയിൽ പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനമാണ് അദ്ദേഹത്തിന്റെ ടിഫിനിലുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അദ്ദേഹത്തിന് ഭക്ഷണം ആരെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നിശ്ചയമാണ്. അപ്പൊ 10 ദിവസത്തിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടന്നതിന് ശേഷം പോലും ഈ കാര്യം കേരള പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അവിടെ കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആദ്യഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണത്തിൽ വലിയ പാളിച്ചയുണ്ടായി എന്നുള്ളതാണ്. കൊറോബറേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്ന എവിഡൻസുകൾ പലതും കിട്ടിയിട്ടില്ല കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോ ഇനി നമ്മൾ SP പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. 2-ാം തീയതി ഇവിടെ വന്ന പ്രതി
ഇദ്ദേഹത്തിന് കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു ട്രെയിനിന് തീ കൊടുത്താൽ ഇത് ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഭയാനകമായ ഒരു സാഹചര്യമോ എവിടെയെങ്കിലും ഉണ്ടാക്കാനാണ് എങ്കിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ എത്രയോ തിരക്ക് പിടിച്ച ട്രെയിനുകൾ ഓടുന്നുണ്ട്. ഈ കേരളം വരെ വരേണ്ട സാഹചര്യമില്ല. അപ്പോ കേരളത്തിലേക്ക് ഇദ്ദേഹത്തെ വരാനും അല്ലെങ്കിൽ കേരളത്തിൽ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത്, ഈ വക കാര്യങ്ങളൊന്നും കഴിഞ്ഞ 10-16 ദിവസമായി വെളിച്ചത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഫോറത്തിൽ തന്നെ ആദ്യം തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, ഇത് തീവ്രവാദി ആക്രമണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലായിരുന്നു. പക്ഷെ അപ്പോഴും ഭരണപക്ഷത്ത് നിന്ന് വന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത് സ്വാഭാവികമായിട്ടുണ്ടായ അല്ലെങ്കിൽ ഒരാളുടെ മനോവൈകല്യത്തിന്റെയോ അല്ലെങ്കിൽ അയാൾ ആരോടുള്ള പ്രതികാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായ ഒരു ആക്രമണം എന്ന് ഉള്ള നിലയിലേക്കാണ് വന്നത്. പക്ഷേ ഇപ്പോ ഇതിന്റെ ഓരോരോ ചുരുളുകൾ അഴിഞ്ഞു വരുമ്പോൾ, സരീഷ കേൾക്കുന്നുണ്ടോ? എന്ന് കേൾക്കുന്നതിന് പ്രശ്നമുണ്ടോ? കേൾക്കാം, താങ്കൾക്ക് തുടരാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഇയാൾ എങ്ങനെ കേരളത്തിലെത്തി, ആരുടെ സഹായത്താൽ എത്തി, ഇയാൾ സ്വന്തമായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതാണ്. ജീവിതത്തിൽ താൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത 3 ആളുകളുടെ മരണത്തിനിടയാക്കി. നമ്മള് ഒരു 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 ചർച്ചയിൽ നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ കേരളീയർ ഭാഗ്യവാന്മാരായതുകൊണ്ടാണ്. ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ പെട്രോൾ ഒഴിച്ചതിന് തീ കൊടുത്തിട്ട് ഈ ട്രെയിൻ മുന്നോട്ട് പോവുകയാണ്. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഓടി ഇത് മുഴുവൻ ബോഗികളും കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത ഒരു ഭയാനകമായ ഒരു ദുരന്തത്തിലേക്ക് ഒരുപക്ഷെ അതായിരിക്കാം അയാൾ പരീക്ഷിച്ചത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ടാക്ടിക്കൽ ആയിട്ടാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ ആക്രമിക്കുന്നത്. ഇപ്പോ 1980-കളില് ട്രാൻസിസ്റ്റർ റേഡിയോകള് ട്രെയിനിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ഇട്ടിട്ട് പോകും. ആളുകൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ച് ആളുകൾ മരിക്കുന്ന സ്ഥിതിവിശേഷം. അതല്ല എങ്കിൽ ബോംബുകൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ട് പോകുന്ന സ്ഥിതിവിശേഷം. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. ഇപ്പൊ ബോംബെയില് 91-ലെ സ്ഫോടനം നടക്കുമ്പോൾ, ഞാൻ ഒരു സൈനികനായിരുന്നു. 91-ൽ ബോംബെ സ്ഫോടനം നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ മഹാരാഷ്ട്ര ഏരിയ, ഗുജറാത്ത് ഏരിയ ഹെഡ്ക്വാർട്ടറിൽ അവിടെ ജോലി ചെയ്യാൻ എനിക്ക് അവസരമുണ്ട്. അപ്പോ അവിടുത്തെയൊക്കെ ആ ഭീകരാക്രമണത്തിന്റെ ബോംബുകൾ വെച്ചതിന് ശേഷം റിമോട്ട് പ്രദേശങ്ങളിലിരുന്ന് ബോംബ് റിമോട്ട് ചലിപ്പിച്ച് പൊട്ടിക്കുക എന്നുള്ള ആ പ്രക്രിയയാണ് നടന്നത്. അവിടെ ബോംബ് പൊട്ടിക്കാൻ ആളുകൾ വന്നില്ല. അത് നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷം പോയി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് റിമോട്ട് ഉപയോഗിച്ച് പൊട്ടിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്താ? നേരിട്ടൊരാൾ വന്നു. അപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ കാണുന്നത് പോലെ ഒരു ചാവേറാകാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് ഇയാൾ വന്നത്. കാരണം താൻ യാത്ര ചെയ്യുന്ന ബോഗിക്കാണ് തീയിടുന്നത്. ഓടുന്ന ട്രെയിനാണ്. ചിലപ്പോൾ ഇപ്പൊ ചാടി ഇറങ്ങാൻ അവസരം കിട്ടി, ട്രെയിൻ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ചാടി ഇറങ്ങാൻ പോലും സാഹചര്യം ഉണ്ടാവില്ല. അപ്പോ ഒരു ആത്മഹത്യാ സ്ക്വാഡിൽപ്പെട്ടതോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ടതോ ആയ മാനസിക അവസ്ഥയോടുകൂടി ആണ് ഈ ആള് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കാരണം ഓടുന്ന ട്രെയിനിൽ പുള്ളി പുറത്തിറങ്ങിയിട്ട് അകത്തോട്ട് മണ്ണെണ്ണയോ അല്ല പെട്രോൾ എറിയല്ല ചെയ്തത്. ആ ട്രെയിനിനകത്ത് തന്നെ യാത്ര ചെയ്യുന്ന ആളുകളുടെ മേത്തേക്ക് ഈ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഈ ദ്രാവകം ഒഴിച്ചതിന് ശേഷം, അപ്പോ ഒഴിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഇയാൾക്കും മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു എന്താ പറഞ്ഞേ, ആത്മഹത്യാ സ്ക്വാഡിന്റെ എല്ലാ മാനസിക അവസ്ഥയോടും കൂടിയാണ് ഇയാൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തെളിവുള്ള ഒരു കാര്യമാണ്. അപ്പൊ UAP-യുടെ സെക്ഷൻ 15 ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു. അതിന്റെ നിർവചനം 16 ആണ്. അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എത്രയോ ദിവസം മുമ്പ് ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കേരള പോലീസിന് അറിയില്ലേ, ഡൽഹിയിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അന്വേഷണം നടത്തേണ്ടതാണ്. അത് ചെറിയ രീതിയിലുള്ള അന്വേഷണം പോരാ, ആധുനികമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇതിന്റെ കണക്റ്റിംഗ് ലിങ്കുകളെ എല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കേരള പോലീസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ? ഏതെങ്കിലും നാട്ടിൽ നടന്ന ചെറിയൊരു കൊലപാതകത്തിൽ പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുന്നത് പോലെ വാക്കത്തി കണ്ടെടുക്കാനോ കോടാലി കണ്ടെടുക്കാനോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ പോലീസ് സേന മണത്തവന്റെ ഡ്രസ്സ് കണ്ടെടുക്കാനോ പോകുന്ന ആ ലാഘവത്തിലാണല്ലോ പോലീസ് ട്രെയിനിൽ കൊണ്ടുവരുന്നു, TV ചാനലുകാരെല്ലാം വരുന്നു. ആ അന്വേഷണം ഒന്നുമല്ല ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഈ അന്വേഷണങ്ങളൊന്നുമല്ല. ഈ അന്വേഷണങ്ങളൊക്കെ അതൊക്കെ 50 കൊല്ലം മുമ്പ് നടക്കേണ്ട അന്വേഷണ രീതികളാണ്. ഇപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള അന്വേഷണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആളെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നടക്കുന്നു, അവന്റെ മുഖംമൂടിയും എടുത്തുകൊണ്ടൊക്കെ അണിയിച്ചുകൊണ്ട് നടക്കുന്നു. അതിലൊന്നും ഒരു പ്രസക്തി ഇല്ല. ഇവിടെ ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഇയാൾ പോരുമ്പോൾ ആരുടെ സഹായത്തിലാണ് ഇയാൾ പോകുന്നത്? കാരണം 31-ാം തീയതി ഇയാളുടെ മൊബൈൽ ഓഫ് ആയതിനു ശേഷം ആ ട്രാവലിംഗ് ടൈം മാത്രമേ ഉള്ളൂ. വേറെ സ്ഥലങ്ങളിലേക്ക് ഒന്നും പോയിട്ടില്ല. ആ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നു, അയാള് എന്താ പറയുക ഷൊർണൂർ ഇറങ്ങുന്നു, അടുത്ത ട്രെയിന് അല്ലെങ്കിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ അടുത്ത ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അതിൽ ആക്രമണം നടത്തുന്നു. ആക്രമണം നടത്തിയതിനു ശേഷം 15 മണിക്കൂർ ഇദ്ദേഹം സുരക്ഷിതനായി കേരളത്തിൽ തങ്ങി എന്നുള്ളതാണ്.
അപ്പോ ഈ ശരി, കാര്യങ്ങളൊക്കെ അത് അന്വേഷിക്കുന്നതിൽ തന്നെയാണ് എത്രയോ ഒരു വലിയ വീഴ്ചകൾ സംശയമായി ഇപ്പോൾ കേരളത്തിലെ നിൽക്കുന്നത്. പോലീസ് അവിടെ സംവിധാനത്തിൽ ഗുരുതരമായ ഉണ്ടായിരിക്കുന്നു. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആയർ ബിജു, ആദ്യം ഗൗരവകരമായി ഇടപെട്ട കേരള പോലീസ്, ആ കേരള പോലീസിൻ്റെ മുന്നോട്ട് പോക്കിനെ പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഈ ബാഗ് കണ്ടെത്തുകയും ആ ബാഗ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കാം പ്രതി എന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത് കേരള പോലീസ് തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഇടപെടലുകൾ നടന്നിട്ടുമുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പ്രതിയെ കണ്ടെത്തിയതിന് ശേഷം അത്രത്തോളം ഒരു ഇടപെടൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്ര ഒരു മുന്നോട്ട് പോക്ക് കേരള പോലീസിന് ഉണ്ടാക്കാനായിട്ടില്ല എന്നുള്ളതേ വസ്തുത. കാരണം മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു, ദിവസങ്ങളോളം ചോദ്യം ചെയ്യുന്നു. ആ ദിവസങ്ങളോളം ചോദ്യം ചെയ്യുമ്പോഴും ഈ ട്രെയിൻ വന്നതിനും പെട്രോൾ വാങ്ങിയതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നതല്ലേ വാസ്തവം? നോക്ക്, ഞാന് ഇതിന്റെ നാൾ വഴികൾ നേരത്തെ എൻ്റെ മുന്നേ സംസാരിച്ച രണ്ടുപേരും പറയുകയുണ്ടായി. ഏപ്രിൽ 2-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 5-ാം തീയതി, അതായത് 48 മണിക്കൂറിനകം തന്നെ ഈ പ്രതിയെ പിടിക്കുവാൻ കേരള പോലീസിന്റെ നിർണായകമായ നീക്കങ്ങൾക്ക് സാധ്യമായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ദിവസം 17-ാം തീയതിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് 5-ാം തീയതി കഴിഞ്ഞുള്ള 12 ദിവസമാണ് നിങ്ങൾ ഈ പറയുന്ന വൈകി എന്ന് പറയുന്നത്. ഇനി സുഭാഷ് സാർ ആദ്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞു, തീവ്രവാദി ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല എങ്കിലും ഇദ്ദേഹം തീവ്രവാദി അല്ല എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞിട്ടില്ല. ADGP അജിത് കുമാർ ആണ് ഈ വിഷയം, നമ്മൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷണം നടത്തിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുവാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. സുഭാഷ് ബാബു സാറിന് അറിയാം, അദ്ദേഹം ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിവുള്ള ഒരു വ്യക്തിയാണ്. അല്പകാര്യങ്ങൾ അദ്ദേഹം പൊതിഞ്ഞു വെച്ച് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഈ ചർച്ചയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഒരേ സമയം തന്നെ അദ്ദേഹം കേരള പോലീസിനെ അനുമോദിക്കുകയും അതേസമയം അതിന്റെ മറ്റൊരു ഭാഗത്തെ വീഴ്ചയും കൂടി കൂട്ടിച്ചേർത്തു. അപ്പൊ അതിന്റെ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഴ്ച ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതല്ലേ ശ്രീ ആയർ ബിജു? കേരള പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത്. വീഴ്ച ഉണ്ടായിട്ടില്ലല്ലോ. നോക്കൂ, നമ്മൾ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നു. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് വെച്ച കാര്യങ്ങൾ ഈ പോലീസ് തന്നെയല്ലേ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ, ശ്രീ ആയർ ബിജു, ഇന്ന് ADGP പറഞ്ഞതിൽ എന്താണ് പുതുതായുള്ളത്? ഇന്ന് ADGP പറഞ്ഞ കാര്യത്തിൽ ഒന്ന്, ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സംഘടനയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്, ആ വ്യക്തികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ പ്രതി കേരളത്തിലേക്ക് എത്തിയപ്പോൾ എവിടെയാണ് ഒളിച്ചു താമസിച്ചത്, ആരാണ് ഭക്ഷണം കൊടുത്തത്, ഈ കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ല. ഇപ്പോഴും ADGP പറഞ്ഞത് കേരളത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാവാമെന്ന സംശയമുണ്ട്, കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്, സംശയത്തിൻ്റെ നിഴലിലാണ്, ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധമുണ്ടായേക്കാം, അതും അന്വേഷിച്ച് വരികയാണ്. കഴിഞ്ഞ 10 ദിവസമായി ചോദ്യം ചെയ്തു വരികയാണ്. ആ 10 ദിവസമായിട്ടും ഈ ഉണ്ടായേക്കാം, ഉണ്ടാവാം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് ലഭിച്ചിട്ടില്ല. ആകെ കേരള പോലീസ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രതി വന്നു, ഷൊർണൂരിൽ ഇറങ്ങി, അവിടെ നിന്നും പെട്രോൾ വാങ്ങി 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി തിരിച്ച് സ്റ്റേഷനിലെത്തി, ആ സ്റ്റേഷനിൽ നിന്നാണ് ഈ ആലപ്പുഴ കണ്ണൂർ വണ്ടിയിലേക്ക് കയറിയത് എന്നതിനപ്പുറത്തേക്ക് ഒരക്ഷരം മിണ്ടാൻ പോലീസ് തയ്യാറായിട്ടില്ല. സതീഷേ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു പ്രതിയെ പറ്റി, ഒരു വിഷയത്തെ പറ്റി പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മാത്രമേ കൊടുക്കൂ. ഇത് തീവ്ര സ്വഭാവമുള്ളൊരു വിഷയമാണ്. ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന്റെ അവസാന അറ്റം വരെ പോയിട്ട് അല്ലാതെ അതിന്റെ തെളിവുകൾ, ഇതിൽ ആരൊക്കെയാണ് പ്രതികൾ, ആരൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുവാൻ സാധ്യമാകില്ല. സുഭാഷ് ബാബു സാറും അന്വേഷണം നടത്തിയിട്ടുള്ളപ്പോൾ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും അതിന്റെ പുരോഗതി വെളിയിൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഈ കൂട്ടുപ്രതികൾ രക്ഷപ്പെടാനായിട്ട് എളുപ്പമാകും. അവർക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനായിട്ട് എങ്ങനെ അവർക്ക് ഈ കേസിനെ ഇല്ലാതാക്കാം എന്ന രീതിയിലേക്ക് അവർ തെളിവുകൾ നശിപ്പിക്കുന്നതിന് അവർക്ക് കാരണമാകാം. അപ്പൊ അതുകൊണ്ടാണ് അന്വേഷണത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഓരോ രഹസ്യവും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ ഓരോ തെളിവുകളും വെളിച്ചത്തെ പറയില്ല. ഞാൻ സുഭാഷ് സാറിനോട് വിനീതമായി ചോദിക്കുന്നു, അത് തന്നെയല്ലേ അതിന്റെ ശരി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി കേരള പോലീസ് കൊണ്ടുവന്നു, അദ്ദേഹം എന്താണ് ഒരു ക്രിമിനലാണ്, അദ്ദേഹം എന്താണ്
ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു ക്രിമിനൽ ആണെന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ UAPA ചുമത്തുന്നു. ഇനി അന്വേഷണം ഈ വേണമെങ്കിൽ കാര്യങ്ങൾ കേന്ദ്ര ഏജൻസി നേരത്തെ പറഞ്ഞതാണ്. ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാൾ തുടർച്ചയായി വീഡിയോകൾ കാണുന്നുണ്ട് എന്നും കൃത്യമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് കേരളത്തിലേക്ക് വന്നത് എന്നും നേരത്തെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതാണ് കേരള പോലീസിന്. അന്നേരം ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ഇല്ല എന്ന്. ഞങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പറഞ്ഞു? അത് ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു? അത് ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ വെട്ടെ, അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇയാൾ തീവ്രവാദി അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. മതമൗലികവാദി അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇത് എന്താണോ ഇപ്പോൾ ഞാൻ പറട്ടെ, ഒരു ഏജൻസിക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ ഡിബേറ്റിൽ ഇരിക്കുന്ന 3 പേർക്കും അവരുടെ 3 കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, അവർക്കത് പറയാം. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരിക്കലും ഇത് പൊതുസമൂഹത്തിൽ വിവരിക്കാനായിട്ട് സാധ്യമാകുകയില്ല. അത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കും, അന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയാതിരുന്നത്. ഇനി നാളുകളിലോട്ട് വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു 12 ദിവസമേ ആകുന്നുള്ളൂ. 12 ദിവസം എന്ന് വളരെ 12 ദിവസത്തിൽ നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഈ അവസാന മണിക്കൂറിൽ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുറന്നു പറച്ചിലാണ് ചില സംശയങ്ങൾ വരുന്നത്. കാരണം നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്, ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അങ്ങനെയാണെങ്കിൽ തുറന്നു പറയേണ്ടയില്ലായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഇന്ന് വാർത്താ സമ്മേളനം? അതും മൂടി വെക്കാമായിരുന്നല്ലോ. തീരുകയാണെങ്കിൽ അത് നീട്ടിക്കൊടുക്കാൻ അപേക്ഷ കൊടുക്കാമല്ലോ, കോടതി അംഗീകരിക്കുമല്ലോ. ഇനി പോട്ടെ, ഇദ്ദേഹം കസ്റ്റഡിയിൽ നിന്ന് പോയാൽ പോലും അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ പോലും നമുക്ക് അന്വേഷണം നടത്തുന്നതിന് തടസ്സമില്ലല്ലോ. മറ്റു തെളിവുകളെല്ലാം പോലീസിന്റെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് മനഃപൂർവമായ ഒരു കേസിനെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു ചിന്തയിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. അതായത് മനഃപൂർവ്വം ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യമില്ലേ? സത്യസന്ധമായി ചിന്തിച്ചാൽ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയാണ്? ഇവരുമായി ബന്ധമുള്ള ഏതെങ്കിലും സംഘടനകളുമായി? അത് തന്നെയാണ് ശ്രീ ആയുർബിജു സംശയം. കാരണം ആദ്യഘട്ടം മുതൽ കേന്ദ്ര ഏജൻസികൾ ഒരുപോലെ പറയുന്നതാണ് ഇതിനകത്ത് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളത്. ആ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ട ഒരു അന്വേഷണം. ഒന്ന്, ഈ പ്രതിയുടെ സ്ഥലം ഇവിടെയല്ല, അറസ്റ്റ് ചെയ്തത് മറ്റൊരു സംസ്ഥാനത്ത് വെച്ച്, കൃത്യം നടന്നത് ഇവിടെയാണെങ്കിൽ പോലും മറ്റ് അന്വേഷണ ഏജൻസികളുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ പോലീസുകളുടെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ കണ്ടെത്തിയതും ഇവിടേക്ക് എത്തിച്ചതും. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളെ അധികരിച്ചുണ്ടായ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തേണ്ടുന്ന അന്വേഷണം, അതോടൊപ്പം റെയിൽവേയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് കീഴിലുള്ള ഒരു സംഭവം, അത്തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാവുന്ന ഒരു സംഭവത്തിൽ ഇത്രയും നാൾ വൈകിയിട്ടും അല്ലെങ്കിൽ വൈകിപ്പിച്ചിട്ടും ഒരു ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസമായി നിൽക്കുന്നത്. ഞാനൊരു കാര്യം മറുചോദ്യം ചോദിക്കട്ടെ. ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനം ആരുടെ കീഴിലാണ്? കേന്ദ്ര ഗവൺമെന്റ് കീഴിലല്ലേ? അവർക്ക് സമാന്തരമായി അന്വേഷണം നടത്താമല്ലോ. കേരള ഗവൺമെന്റ് അങ്ങനെ നടത്തരുതാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് കേരള ഗവൺമെന്റ് അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ എന്നെയും അന്വേഷിക്കുകയാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്കും അന്വേഷിക്കാം. അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് നടത്തി അവർക്കും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാമല്ലോ. ആ അന്വേഷണ റിപ്പോർട്ടും കേരളത്തിലെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് രണ്ടും കൂടെ സമവായത്തിൽ എത്താമല്ലോ. അതിലെ അന്നേരമാണ് ഞാൻ വീണ്ടും നേരത്തെ ചോദിച്ച ചോദ്യം വരുന്നത്. പല ചർച്ചകളിലും, ഞാൻ രാജ് TV അല്ല പറയുന്നത്, പല ചർച്ചകളിലും പലരും പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിന്റെ മന്ത്രിസഭയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. ആ ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ഇത് BJPയുടെ വക്താക്കൾ ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്. റെയിൽവേയും RPF-ഉം ഞാൻ കൃത്യമായി ആ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. റെയിൽവേയുടെ സംരക്ഷണ ചുമതല RPF-നാണ്. എല്ലാ സംവിധാനവും അവർക്കുണ്ട്. അവരെന്തുകൊണ്ട് ഇതിൽ ഒരു അന്വേഷണം നടത്തി ആ പ്രതികളുടെ ഈ ചോദ്യം അവരോട് നമുക്ക് ചോദിച്ചുകൂടെ? കേന്ദ്ര അന്വേഷണ ഏജൻസികളോട്. ശരി, RPF-ന്റെ മുന്നോട്ട് പോക്കിൽ അല്ലെങ്കിൽ ചോദ്യം അനിവാര്യമായിരുന്നു.
എന്തായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് ആദ്യഘട്ടം മുതൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് ഒന്ന്, ഈ പ്രതിയെ കണ്ടെത്തിയതിന് ശേഷം ഈ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലായിരുന്നു. അതായത് പ്രതിയെ സ്വകാര്യ കാറിൽ കൊണ്ടുവരുന്നു, മണിക്കൂറുകളോളം റോഡിൽ നിൽക്കേണ്ടുന്ന തകരാറ് കാരണം റോഡിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ഇത്രയേറെ ഗൗരവമുള്ള രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഭവത്തിൽ ഈ റോഡിൽ 1.5 മണിക്കൂറോളം പ്രതിയുമായി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുശേഷം കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നു, കൊണ്ടുപോകുന്ന സ്ഥലങ്ങളില്ല. പക്ഷേ അവിടെയും പ്രതിയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ, അതായത് ഈ പല സ്ഥലങ്ങളിൽ യാത്രയുടെ ഭാഗമായി കൊണ്ടുപോകുന്നു, കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നു, ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും കോഴിക്കോട് എത്തിക്കുന്നു. അങ്ങനെ മണിക്കൂറുകളോളം ഈ പ്രതിയെ കൊണ്ടു നടക്കേണ്ടുന്ന അവസ്ഥ. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായി പറയുന്നത് ഈ 10 ദിവസത്തിലേറെയായി ചോദ്യം ചെയ്തു വരികയാണ്. ഇത്രയും നാൾ ചോദ്യം ചെയ്തിട്ടും കൃത്യമായ എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം രാപ്പകൽ, ഒരുപക്ഷെ രാത്രി കോടതി നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത്രയും നാൾ ചോദ്യം ചെയ്തിട്ടും എങ്ങനെ വന്നു, എവിടെ ഇറങ്ങി, എവിടുന്ന് പെട്രോൾ വാങ്ങിച്ചു, എങ്ങനെ വണ്ടിയിൽ കയറി എന്നതിനപ്പുറത്തേക്കൊരു മറുപടി കേരള പോലീസിന് ലഭിച്ചില്ല. അപ്പോൾ ഗൗരവകരമായ വീഴ്ച കേരള പോലീസിന്റെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? അല്ല, ഈ തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തികള് പ്രത്യേകിച്ചും അതൊരു ആത്മഹത്യാ സ്ക്വാഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല, കുറച്ച് ദുഷ്കരമാണ്. അപ്പോ ഞാനിപ്പോ ഒരുപാട് കേസുകൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാഷ വശമുണ്ടാവും. ആ ഭാഷയുടെ സൗകര്യങ്ങൾ വെച്ചിട്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ മണിക്കൂറുകൾ, അതായത് 1, 2, 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തിട്ടാണ് ഏതെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റുക. ഈ തീവ്രവാദികൾ പൊതുവെയുള്ള അവരുടെ ഒരു സ്വഭാവം ഇതാണ്. അപ്പൊ ഇവിടെ ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, പോലീസ് കസ്റ്റഡി വാങ്ങിച്ചു, ചോദ്യം ചെയ്തപ്പോൾ അതിൽ എന്താണ് ഈ വ്യക്തിക്ക് തീവ്രവാദവുമായിട്ട് ബന്ധം, അതായത് ഇതേമാതിരിയുള്ള തീവ്രവാദ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ആ വ്യക്തിയുടെ പ്രേരക ഘടകം എന്താണ്, അതിന് സഹായികളായിട്ടുള്ള ആളുകൾ എന്ത് എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അപ്പൊ അതിന് കേരള പോലീസിന് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നാൽ തീവ്രവാദ ബന്ധം, സംഘടന ഏതാണ്, ഏത് വ്യക്തികളാണ് സഹായിച്ചത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് വീഴ്ച എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ തൽക്കാലത്തെ അന്വേഷണത്തിൽ പ്രതി ജയിച്ചു എന്ന് പറയാം. പക്ഷെ അത് കഴിഞ്ഞ് എക്കാലവും പ്രതി ജയിക്കും എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ഇവിടെ ഉണ്ടായതെന്താണ്, ഞാൻ ഇപ്പൊ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പല ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് കാര്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ എന്നാലും മെസ്സേജസ്, പിന്നെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകള്, ഓഡിയോകള്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു തീവ്രവാദ പ്രസ്ഥാനവുമായിട്ട് വളരെ ആകൃഷ്ടനായ ഒരു വ്യക്തിയാണ്. അതില് ഇൻവോൾവ് ചെയ്യുന്ന സ്വമേധയാ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കാര്യങ്ങൾ കിട്ടി. പക്ഷെ അത്രയും കാര്യങ്ങളല്ല, ഈ പ്രാഥമികമായിട്ട്, അതായത് ആദ്യഘട്ടങ്ങളില് നിർണായകമായ വിവരശേഖരണമാണ് ഏതൊരു ക്രിമിനൽ കേസിന്റെ അന്വേഷണത്തില് പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ നമ്മള് ഒരു കേസ് അന്വേഷിക്കുന്ന അവസരത്തിൽ എത്രയും പെട്ടെന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു താല്പര്യം, അതിനുള്ള ഉത്സാഹം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചും ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞാൻ അറിയുന്ന ആളുകളാണ്. അവരൊക്കെ നല്ല പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ NIA തന്നെ വളരുന്ന ആൾ, ഇവിടെയും വളരെ പ്രശസ്തമായ രീതിയിൽ ഒരുപാട് കേസുകൾ അന്വേഷിച്ച വ്യക്തിയാണ്. NIA വളരുന്ന ആൾ, ജോലി ചെയ്ത ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിന്റെ വിവിധ വശങ്ങളൊക്കെ അറിയാം. അപ്പൊ ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പം മറ്റവരൊക്കെ സൂപ്പർവിഷനാണ്, ADGPയോ മറ്റാളുകളൊക്കെ അതിന്റെ സൂപ്പർവിഷനാണ്. അവരെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് നന്നായിട്ട് അറിയാം. ഈ ഫീൽഡ് കൈകാര്യം ചെയ്ത് ഏറ്റവും പരിചയമുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും വളരെ സിൻസിയറോ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇവിടെ സംഭവിച്ചിരുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു UAPA നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഷെഡ്യൂൾ ഒഫൻസ് ആണ്. അത് NIA അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കുറ്റമാണ്.
ആ കുറ്റം UAPA ചെയ്തു കഴിഞ്ഞ് പിന്നെ പോലീസ് ഡിലേ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യം വരും എന്തുകൊണ്ടാണ്. അപ്പം UAPA ആക്കാതെ പരമാവധി അന്വേഷണം നടത്തി കേരള പോലീസിന് എന്തെങ്കിലും മികവ് അതിനകത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ തെറ്റു പറയണ്ട, അതിനവർ ശ്രമിച്ചു നോക്കി. പക്ഷെ അവരെ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനിയും വെച്ച് താമസിക്കേണ്ട എന്നുള്ള രീതിയിലാണ് അവര് ഇത് NIAക്ക് കൊടുത്തത്. NIA കൊടുത്തു കഴിഞ്ഞാൽ NIA ആദ്യമായിട്ട് തുടങ്ങും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഡേറ്റാബേസ് ഇപ്പൊ കേരള പോലീസിലോ അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒരുപാട് വിവരശേഖരണം അവരുടെ കയ്യിലുണ്ട്. അവർക്ക് വലിയ ഡേറ്റാബേസ് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രകാരം ഈ ഓരോ വ്യക്തികളുടെ ഡീറ്റെയിൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഈ PFIക്കാരെ ഒക്കെ ഇവിടെ വന്നിട്ട് ആരും അറിയാതെ കൊണ്ട് അറസ്റ്റ് കൊണ്ട് ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ആരാന്ന് ആ പേര് കിട്ടിയതോട് കൂടിയിട്ട് ആ വ്യക്തി ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പോ അതുകൊണ്ട് കുറച്ചും കൂടെ മികവുറ്റ സംവിധാനങ്ങളിൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് കേസുകൾ അന്വേഷിക്കുക, ഇതേ രീതിയിലുള്ള കേസുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതിലെ കരണീയമായ കാര്യം. അതിന് അല്പ താമസം വന്നു എന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ എന്തായാലും. പിന്നെ നേരത്തെ ശ്രീമാൻ ആയൂർ ബിജു പറഞ്ഞ പ്രകാരം അതില് ഈ കേസന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാര് തെളിവൊന്നും വിളിച്ചു പറയും. ഇവിടുത്തെ പുതിയ ഇപ്പൊ യുഗത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ കാണുന്നതെന്ന് അറിയാം, എവിടെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമ്പോഴേ അത് പത്രക്കാരെ വിളിച്ചിട്ട് മൈക്ക് കെട്ടി പറയുന്ന ഒരു ചീത്ത സ്വഭാവമുണ്ട്. അത് അപകടകരമായ ഒരു കാര്യമാണ്. കേസന്വേഷണത്തില് വിവരങ്ങളൊന്നും പറയണമെന്ന് എവിടെയും പറഞ്ഞില്ല, പറയാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു. അതായത് കേസിന്റെ അന്വേഷണത്തിന് ആവശ്യമുള്ള വിവരങ്ങളും പ്രതിയെ ഇതിലേക്ക് ബന്ധിക്കാനുള്ള ഏതെങ്കിലും വിവരങ്ങൾ ആരുടെ അടുത്ത് ശേഖരിക്കാനുള്ള ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തുവിടാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ സൂക്ഷിക്കാം. ആർക്കും അത് ചോദിക്കാൻ അധികാരമൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്. അപ്പം ഈ കേസിൽ അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞില്ല, അതെന്തായാലും ശരി, നല്ല കാര്യം. അപ്പൊ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പോലീസ് അവിടെ പോയി ഇവിടെ പോയി അത്രയും തെളിവ് കിട്ടി, അവൻ അത് പറഞ്ഞു, അവൻ ഇത് പറഞ്ഞു. അതായത് ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ തന്നെ പുറത്തേക്ക് പത്രക്കാര് ഇത് പോലീസുകാർ ഉദ്യോഗസ്ഥന്മാര് ചോദ്യം കൊടുക്കുന്ന ഒരു തരംതാണ പടി ഉണ്ടായി ഇപ്പോഴത്തെ സംഭവം. അത് ഏതായാലും ഇതിലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട്. അത് എന്തായാലും നമ്മൾ അത് ശ്ലാഘിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഷെഡ്യൂൾ ഒഫൻസുകളാണ്. ഈ ഷെഡ്യൂൾ ഒഫൻസുകൾ അന്വേഷിക്കേണ്ടവൻ അന്വേഷിച്ചു പോട്ടെ എന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കണം. ഇത് കേരള പോലീസിന് അന്വേഷിച്ചാലും ഈ UAPA ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് മറ്റൊരു അടുത്തേക്ക് പോകേണ്ടി വരും. അവരും കൂടെ പരിശോധിച്ചതിന് ശേഷമേ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കും സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് അന്വേഷിക്കാം. പിന്നെ കേസിൽ ക്രിമിനൽ സുരേഷ് ബാബു, ഇതിനകത്തൊരു സംശയം ഇപ്പോഴും വരുന്നത്, കേരള പോലീസിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഫോൺ ലഭിച്ചിട്ടുണ്ട്, അതായത് പ്രതിയുടെ ഫോൺ ലഭിച്ചിട്ടുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഫോണിൽ എപ്പോഴും ഡിജിറ്റൽ രേഖകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് കേരളം എന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ ഏതെങ്കിലും രീതിയിൽ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ ഇല്ല എന്നാണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പോലീസ് പറയാത്തതാവാം. പക്ഷേ അപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും കേരള പോലീസ് ഒരു നിഗമനത്തിനും എത്തിയിട്ടില്ല. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത്തരം വൈകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അന്വേഷണം NIAക്കോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾക്കോ കൈമാറുമ്പോൾ ഈ തെളിവുകളെല്ലാം ഓരോന്നായി ഇല്ലാതാവുകയല്ലേ? ഇനി എന്തെങ്കിലും തരത്തിൽ മറ്റ് സംഘടനകൾക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയാവുകയല്ലേ ഈ അന്വേഷണം വൈകിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഏതൊരു കേസ് അന്വേഷണം ആദ്യ മണിക്കൂറുകളും ദിവസങ്ങളാണ് നിർണായകമായിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുകയും അതല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ സാക്ഷികളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനോ ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തെളിവുകൾ ശേഖരിക്കുക, സാക്ഷികളെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. പോലീസിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ബാങ്കിന്റെ ചില ട്രാൻസാക്ഷൻ ഇയാളുമായിട്ട് ഇയാൾ കുറച്ച് പൈസയൊക്കെ വന്നിട്ടുണ്ട്, ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെ കേരള പോലീസിന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തീവ്രവാദ ബന്ധത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇതേമാതിരി സക്കീർ നായിക്ക് അങ്ങനെയുള്ള കുറെ തീവ്രവാദികളുടെ
ഈ വീഡിയോകൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതിൽ അദ്ദേഹം ആകൃഷ്ടനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോണിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ റിട്രൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു ഫോണല്ല, അദ്ദേഹം ഒന്നിലധികം ഫോണുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഫോണുകൾ കിട്ടിയാൽ മാത്രമേ പൂർണ്ണമായിട്ടൊരു വിവരശേഖരണം കിടത്തുള്ളൂ. കിട്ടിയതിൽ നിന്ന് അവർ പരമാവധി ശ്രമിച്ചു നോക്കി. അവര് പ്രതീക്ഷിച്ച അത്ര തെളിവ് ഇല്ലേ അല്ലെങ്കിൽ കേസിന്റെ പുരോഗതി, അന്വേഷണ പുരോഗതി എത്താൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് നമുക്കൊരു കുറ്റമായിട്ട് പറയാം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും അല്പം താമസിച്ചു പോയി എന്നുള്ളത് ഒഴിവാക്കാമായിരുന്നാണ് സംശയം വേണ്ട. പിന്നെ ഇവിടെ RPF എന്ന് പറയുന്ന സാധനം അത് റെയിൽവേ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷൻ ആണ്. അല്ലാണ്ട് വ്യക്തികളെ ആക്രമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ കേരള പോലീസിന്റെ റെയിൽവേ പോലീസാണ് അന്വേഷിക്കുന്നത്. കേരള പോലീസിന്റെ ഭാഗമാണ്. പക്ഷെ അതിന്റെ ശമ്പളവും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നേ ഉള്ളൂ. RPFന് ഇതേമാതിരി കൊലക്കേസോ മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ, ഇതേമാതിരി അറ്റാക്ക് ഒന്നും അന്വേഷിക്കാനുള്ള ജുറിസ്ഡിക്ഷൻ ഇല്ല. അവരുടെ പ്രോപ്പർട്ടി സംബന്ധിച്ച് റെയിൽവേ പ്രോപ്പർട്ടി, റെയിൽവേ തെഫ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് അവര് ട്രെയിനിൽ സാധാരണ പോകാറില്ല. അവര് റെയിൽവേ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കേരള പോലീസ് എന്ന് പറയുന്ന റെയിൽവേ പോലീസ് കേരള പോലീസിൻ്റെതാണ്, അതിന്റെ ഒരു വിങ് ആണ്. അപ്പൊ അതില് നമ്മുടെ ഇവിടുത്തെ ഒരു IG, ഒരു DIG ആണ് അതിന്റെ ചാർജിൽ ഉണ്ടാകുന്നത്. ബാക്കിയുള്ളതെല്ലാം SP മുതൽ താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കേരള പോലീസിൽ നിന്ന് ടെമ്പററി ആയിട്ട് 3-4 കൊല്ലത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ്. അവരവിടെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വരും. അപ്പൊ ഇത് ക്രിമിനൽ കേസുകളൊക്കെ അന്വേഷിക്കുന്നത് കേരള പോലീസിന്റെ റെയിൽവേ പോലീസാണ്. അത് റെയിൽവേ പോലീസ് കേരള പോലീസിന്റെ ഭാഗമാണ്. RPF പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ, റെയിൽവേയിലെ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷനും അവരുടെ യാർഡിനുള്ളിലും മറ്റേ ആ പാഴ്സൽ അതേമാതിരിയുള്ളതിന്റെ സെക്യൂരിറ്റി അത് കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അവിടുത്തെ തെറ്റോ അതേമാതിരിയുള്ള മിസ്അപ്രോപ്രിയേഷൻ മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പൊ ഇതേമാതിരിയുള്ള കേസ് RPF അന്വേഷിക്കാറില്ല. പക്ഷെ സമാന്തരമായിട്ട് ഈ NIA മറ്റവരൊക്കെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. അവർക്ക് കുറച്ച് വിവരശേഖരണം നടത്താം. അത് എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ വിവരശേഖരണം പിന്നെ കേസ് അന്വേഷണം കിട്ടിയതിന് ശേഷം തെളിവാക്കി മാറ്റണം. അല്ലാണ്ട് ഇപ്പൊ കിട്ടുന്ന വിവരശേഖരണത്തിൽ നിന്ന് NIAയോ വേറെ ആരെങ്കിലും ഇതിന് സമാനമായിട്ട് അന്വേഷണം നടത്തിയെന്നല്ല, സമാനമായി ഒരു വിവരശേഖരണം അവർ നടത്തിയിട്ടുള്ളത്. അത് ഇൻവെസ്റ്റിഗേഷനായി മാറണമെങ്കിൽ കേസ് അന്വേഷണം അവർക്ക് കിട്ടിയതിന് ശേഷം അവര് സ്വീകരിക്കുന്ന അല്ലെ അവര് കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ, അതിന്റെ അവരുടെ റിക്കവറി, അത് മാത്രമേ അതിന്റെ പർവ്യൂവിൽ വരുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് നിർത്തും. ഇൻവെസ്റ്റിഗേഷൻ അല്ല, അത് തെളിവായിട്ട് കോടതി കൊടുക്കാൻ പറ്റില്ല. ഇനി ഇവർ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അതൊക്കെ തെളിവായിട്ട് സാക്ഷികളിൽ നിന്നോ രേഖകളിൽ കൂടെ അവർക്ക് കൊണ്ടുവരണം. അതാണ് അന്വേഷണത്തിന്റെ നടപടിക്രമം. അപ്പൊ എന്തായാലും ശരി, ഇതിൽ ഒരു അല്പ കാലതാമസം വന്നുപോയി. ഷെഡ്യൂൾ ഒഫൻസ് ആകുമ്പോൾ ആ ഷെഡ്യൂൾ പ്രകാരം ഏത് ഏജൻസി അന്വേഷിക്കുന്നതോ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇപ്പൊ നമ്മള് കള്ളപ്പണം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പോലീസ് ഇല്ലല്ലോ, അപ്പൊ തന്നെ ഹാൻഡ് ഓവർ ചെയ്യും. അത് അവരുടെ ഷെഡ്യൂളിൽ അവരുടെ ഇതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ കസ്റ്റംസിന്റെ കേസാണെങ്കിൽ കസ്റ്റംസ് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഏജൻസി, സ്പെഷ്യൽ ഏജൻസി ഉണ്ടാകുമ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് നടപടിക്രമം. പക്ഷെ ഇവിടെ പോലീസിന്റെ കൂടെ അന്വേഷണം ഇതിനകത്ത് ആകാം എന്ന് പറയുന്നത്, അതായത് UAPA വരെ എത്താം, അല്ലെങ്കിൽ UAPA വേണേ പോലീസിൽ അന്വേഷിക്കാം. പക്ഷെ എന്നാലും ഷെഡ്യൂൾ ഒഫൻസ് എന്നുള്ള രീതി മാറ്റേണ്ടതായിരുന്നു എന്നാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ആ പ്രശ്നം വലിയ ഗുരുതരം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കാലതാമസം വന്നുപോയി എന്ന് സമ്മതിക്കേണ്ടി വരും. ശരി, ശ്രീ സേനാപതി വേണു, ഇന്ന് പോലീസ് പറഞ്ഞ ഒരു കാര്യം, ഷാക്കിർ നായിക്, ഇസ്ര അഹമ്മദ്, ഈ രണ്ടുപേരുടെ വീഡിയോകൾ തുടർച്ചയായി കണ്ട ഒരാളാണ് ഷാരൂഖ് സൈഫി. ആ ദൃശ്യങ്ങളും ആ സന്ദേശങ്ങളുമാണ് ഇയാൾക്ക് ഈ കുറ്റം ചെയ്യാനുള്ള പ്രേരണ എന്നുള്ളതാണ്. ഈ സാക്കിർ നായിക്കും ഇസ്ര അഹമ്മദും അവർ മതമൗലികവാദികളാണ്. മതത്തിനു വേണ്ടി കൊല്ലണം, ചാവണം എന്ന് ആഹ്വാനം ചെയ്യുന്നവരാണ്. അവരുടെ വീഡിയോയാണ് ഈ പ്രതി തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ആക്രമണം നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ മൗലികവാദി എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ വായിച്ചെടുക്കുമ്പോൾ, പോലീസ് നൽകുന്ന വിശദീകരണവും ഈ സംഭവവും തമ്മിൽ വായിച്ചെടുക്കുമ്പോൾ ഒരു മതമൗലികവാദി എന്ന രീതിയിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അപ്പോൾ നേരത്തെ സംശയങ്ങൾ ഉയർന്നിരുന്നത് പോലെ ഒരു സംഘടനയെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട
ഒരുപക്ഷെ അതിൻ്റെ തുടർച്ച എന്ന നിഗമനത്തിലേക്കെങ്കിലും എത്താൻ ഈ സംഭവങ്ങളിലൂടെ സാധിക്കില്ലേ? അല്ല സരീഷ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇരുന്ന് ഈ തീവ്രവാദങ്ങളെ നിയന്ത്രിക്കുന്ന സംഘങ്ങളോ അല്ലെങ്കിൽ നേതാക്കളോ ആയി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഈ കേസ് ഇപ്പോൾ UAPA ചുമത്തിയിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന അപകടം എന്താണെന്ന്. നമ്മൾ സാധാരണ ഒരു കേസ്, കൊലക്കേസ് കൈകാര്യം ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാമത്തെ റിമാൻഡ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇയാളെ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് കിട്ടണമെങ്കിൽ 14 ദിവസം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നിയമത്തിൽ കോടതിയുടെ വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി 60 ദിവസം 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പ്രതിക്ക് ജാമ്യം കൊടുക്കേണ്ട സ്ഥിതിവിശേഷം തന്നെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ ഇപ്പോഴെങ്കിലും UAPA ചുമത്തിയത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള അന്വേഷണം കുറച്ച് ഫലപ്രദമായി പ്രോപ്പറായിട്ട് നടക്കാം എന്നുള്ളതാണ്. അപ്പോ സുഭാഷ് ബാബു സാർ പറഞ്ഞതിനെ ഞാൻ വീണ്ടും അതിനോട് കണക്ട് ചെയ്ത് പറയുകയാണ്. ഇവിടെ കേരള പോലീസ് കാണിച്ചിരിക്കുന്നത് അവര് ഇതൊക്കെ ഒന്ന് പിടിക്കാമോ എന്നുള്ള ഒരു വലിയ ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ അവരുടെ ഒരു കൺട്രോളിൽ വരുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സാക്കിർ നായിക്കിന്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാള് ഈ ആളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അതിന്റെ അകത്ത് ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുദുവിലെയും ഹിന്ദിയിലെയും ഒക്കെ പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ അതിലെ വാർത്തകളും ഇതിനെയൊക്കെ നല്ലപോലെ വിശകലനം ചെയ്യണമെങ്കിൽ ആ ഭാഷയുമായിട്ട് നല്ല പരിചയമുള്ള, ഇപ്പോ IAS IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയി ഹിന്ദി പഠിച്ചിട്ടുള്ള ആളുകൾ, പക്ഷെ അവർക്കൊക്കെ പരിമിതിയുണ്ട്. അപ്പൊ ഞാൻ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ ഒരാളുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യത്തെ വെളിയിലേക്ക് കൊണ്ടുവരാനായി നമ്മൾ പഠിച്ചിരിക്കുന്ന ഹിന്ദി പറ്റത്തില്ല. അത് ഹിന്ദി കേട്ടു വളർന്നവന്, ഉറുദു കേട്ടു വളർന്നവന് അവനിലൂടെ ചോദ്യം ചെയ്യാനേ പറ്റുള്ളൂ. NIA ആവുമ്പോൾ ഇതുപോലുള്ള സംഘത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം, ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച ശ്രീ വിക്രമൻ SP, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഇയാളെ പോലെ ഒരാളെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനായി നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. അത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വിവിധങ്ങളായ ഭാഷകൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു പോരായ്മയുടെ ഭാഗമാണ്. അപ്പം ഇത് ഉറുദു നല്ല പരിജ്ഞാനമുള്ള ആളുകൾ വേണം, ഹിന്ദി നല്ല പരിജ്ഞാനമുള്ള ആളുകൾ വേണം. ഇയാൾ കാണുന്ന വീഡിയോകൾ, ആ വീഡിയോകളുടെ കണ്ടന്റ് എന്താണ്, അതിന്റെ സന്ദേശം എന്താണ്, അതെന്താണ് ഇവരിൽ അടിച്ചേൽപ്പിക്കുന്നത്, ഇവ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൂലങ്കുഷമായ അന്വേഷണം നടക്കണം. അപ്പൊ ഒരു സംശയവും വേണ്ട, ഇത് എത്രയോ മുമ്പേ തന്നെ, ഇത് ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസവും 3-ാമത്തെ ദിവസവും തന്നെ ഇത് NIA ഏൽപ്പിക്കേണ്ടതാണ്. കാരണം നമ്മളെല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ നിന്ന് ഒരാള് കേരളത്തിൽ വന്ന ഒരു ട്രെയിനിന് തീ വയ്ക്കുന്ന ഒരു സംഭവം, അത് 3 ആളുടെ മരണം എന്ന് പറഞ്ഞാൽ അത്യന്തം ദുഃഖകരമാണ്. അതിൽ നിന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിന്റെ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ 10,000-2,000 ആളുകൾ യാത്ര ചെയ്യുന്ന, 1,000-1,500 ആളുകൾ യാത്ര ചെയ്യുന്നത്, അതൊരു നദിക്ക്, പുഴയുടെ അല്ലെങ്കിൽ എന്താ പറയാ, അതിന് മുകളിൽ കൂടിയാണ് അത് പോകുന്നത്. ആ സമയത്തെങ്ങാനുമാണ് ഇത് തീ ആളി പടരുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന ഒരു ദുരന്തം എന്താണ്? അപ്പം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് ഈ കുറ്റവാളി ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കേവലം ഒരു കൊലപാതകം പെട്രോളിന്റെ സംഭരണ കേന്ദ്രം അന്വേഷിക്കേണ്ട ഒരു കേസല്ല. യെസ്, അതെ, അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കരുതിക്കൂട്ടിയാണോ ചെയ്തത്? കാരണം ഈ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള പെട്രോളും ഡീസലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശത്ത് വെച്ച് ഈ ആളിക്കഴിഞ്ഞാൽ ഇതുണ്ടാകാൻ പോകുന്ന അപകടം എന്ത് എന്നുള്ള ഈ കാര്യത്തെ കുറിച്ചൊക്കെ വളരെ ഗഹനമായി ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ കുറ്റവാളി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ചെറുതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഇയാൾ 4 ലിറ്റർ പെട്രോൾ വാങ്ങുന്നു. ഇയാൾക്ക് കന്നാസ് കിട്ടിയത് എവിടുന്ന? ഈ 4 ലിറ്ററിൽ ഇത് കന്നാസിലാണോ വാങ്ങിയത്? ഇത് കുപ്പി എവിടുന്ന് കളക്ട് ചെയ്തു? ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ടൗണിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ കാറിന്റെ പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മളൊരു കുപ്പി സംഘടിപ്പിക്കാൻ, പമ്പിൽ പോകാൻ, കടയിൽ പോകാൻ നമുക്കുണ്ടാകുന്ന ഒരു ഉത്കണ്ഠയും ആശങ്കയും, നമ്മളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ വാഹനത്തിലെ ഇന്ധനം ഒന്ന് തീർന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇതൊരു പെട്രോൾ പമ്പിൽ ചെന്ന് 4 ലിറ്റർ ഇന്ധനം വാങ്ങിച്ച് അതിനെ വിവിധ കുപ്പികളിൽ പകർന്ന്, അപ്പൊ ഇതൊക്കെ ഒരാൾ തന്നെ ചെയ്തതോ അതല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നതൊന്നുമല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ സംഘമുണ്ട്,
ആ സംഘം ചിലപ്പോൾ നിരോധിക്കപ്പെട്ട സംഘമാകാം, അല്ലെങ്കിൽ ഇനി നിരോധനം അർഹിക്കുന്ന സംഘമാകാം. ഇത്രയും വലിയ തീവ്രമായ അന്വേഷണം നടത്തണമെങ്കിൽ അതൊരിക്കലും കേരള പോലീസിനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആയൂർ ബിജുവിനെ പോലുള്ള ആളുകൾ ഇത് RPF അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ RPFന് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് ട്രെയിനിൽ മോഷണം തടയുക, സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക, കള്ളവണ്ടി കയറുന്നുണ്ടെങ്കിൽ അത് തടയുക, അങ്ങനെയുള്ള പെറ്റി ഒഫൻസുകൾ മാത്രമാണ്. ഇത് അതുപോലെ വല്ലതാണോ? ഒരു ട്രെയിൻ തീ വെക്കാനല്ല, തീ വെച്ചു, 3 ആളുകൾ മാത്രമേ മരിച്ചുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല. അപ്പൊ ഇത്രയും വലിയ ഗൗരവമേറിയ തീവ്രമായ ഒരു ആക്രമണം നടന്നിട്ട് നമ്മൾ ഇതിനെ സാധാരണ ട്രെയിനിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ രീതിയിൽ ഈ പ്രതിയെ കൊണ്ട് നടന്ന് ഈ 10-15 ദിവസം 10-18 ദിവസം വൈകിച്ചതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ എവിഡൻസുകളായി കിട്ടേണ്ട പലതും സുഭാഷ് ബാബു സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പല തെളിവുകളും റിട്രൈവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പല തെളിവുകളും നശിപ്പിക്കാനുള്ള അവസരം അവർക്കായി എന്നുള്ളതാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന ഒരു പോരായ്മ. അതുകൊണ്ട് നിശ്ചയമായും കേരള പോലീസ് അത് വളരെ അപകടകരമായ ഒരു കളിയാണ് കളിച്ചത്. കാരണം അവരിത് ഒറ്റയടിക്ക് അങ്ങ് തെളിയിക്കാം, ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ഇവിടെ അങ്ങ് അവസാനിപ്പിച്ച് കേരള പോലീസിന്റെ മികവ് എന്ന് പറയാം എന്നായിരിക്കാം ഒരുപക്ഷെ അവർ തീരുമാനിച്ചത്. ഇതൊരു കണ്ണി മാത്രമാണ്. ഈ കണ്ണി എന്ന് പറയുന്നത്, ഇത് തിരുവഞ്ചൂരിന്റെ പഴയ ഒരു വാക്കിനെ കടമെടുത്തു കഴിഞ്ഞാൽ ഇത് കൊന്നവനാണ്, കൊല്ലിച്ചവർ അവർ പുറകിൽ നിൽക്കുക. ഈ തീവെപ്പിന് വേണ്ടി ഉത്തരവ് കൊടുത്തവരും ഈ തീവെപ്പിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തവരുമായ ഒന്നിലധികമോ അല്ലെങ്കിൽ വലിയൊരു സംഘമോ ഒരു പ്രസ്ഥാനമോ അതിന്റെ സാമ്പത്തിക സോഴ്സോ അതൊക്കെ പുറകിൽ നിൽക്കുകയാണ്. അവരെ എല്ലാം കണ്ടെടുത്തുവെങ്കിൽ മാത്രമേ എനിക്കും ആയൂർ ബിജുവിനും സുഭാഷ് സാറിനും ഒക്കെ ഈ നാട്ടിൽ സുരക്ഷിതരായിട്ട് ജീവിക്കാൻ പറ്റൂ. നാളെ ഞാനും നിങ്ങളും ഒക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാ. ആരെങ്കിലും ട്രെയിനിൽ വന്ന് തീ വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ലാഘവത്തോടു കൂടി കാണേണ്ടതാണോ? ഒട്ടും ലാഘവത്തോടു കൂടിയല്ല, ഏറ്റവും ഗൗരവത്തോടു കൂടി കണ്ട് ഇതിനെ മുളയിലേ നുള്ളണം, അടിവേരോടുകൂടി ഇതിനെ പറിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോ ഈ കാര്യത്തിൽ കേരള പോലീസ് ഇപ്പം നടത്തിയ അന്വേഷണത്തിൽ കുറെ തെളിവുകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം, അതൊക്കെ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇത് കേരള പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസായിരുന്നില്ല. ഇത് ആദ്യം തന്നെ ഇതിൽ UAPA കുറ്റം ചുമത്തി 15-16 വകുപ്പുകൾ പ്രകാരം അന്വേഷണം അത് NIAക്ക് കൊടുത്ത് NIA ഈ പ്രാഥമികമായ തെളിവെടുപ്പുകളൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഈ 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 16 ദിവസത്തിനുള്ളിൽ ഇതിന്റെ പിന്നിലുള്ള ശക്തികൾ ആരൊക്കെ എന്ന് അതൊക്കെ പുറത്തു വരുവാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോ നമുക്ക് സംഭവിക്കുന്നത് ഇനി ഒരു 15 ദിവസമെങ്കിലും വേണ്ടിവരും. NIA സംഘം വന്ന് ഈ കേസ് ഏറ്റെടുത്തിന്റെ അന്വേഷണം നടത്തണമെങ്കിൽ ഇനിയും ചിലപ്പോൾ 15-30 ദിവസങ്ങൾ വേണ്ടിവരും. ഇനി ഇനിയും ദിവസങ്ങൾ, പക്ഷേ പ്രാഥമികമായി അന്വേഷണം പോലും NIAക്ക് നടത്തേണ്ടി വരും. കാരണം തെളിവ് ശേഖരണത്തിലേക്ക് NIA കടന്നിട്ടുമില്ല. ഇനിയും ദിവസങ്ങൾ, ഒരുപക്ഷെ നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ ഇനി ഫയൽ കോടതിയിൽ സമർപ്പിച്ച് അത് NIAയിലേക്ക് അല്ലെങ്കിൽ NIA അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും ദിവസങ്ങൾ വീണ്ടും കടന്നു പോയേക്കാം. ശ്രീ ആയൂർ ബിജു, ഇപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് കേരള പോലീസ് തന്നെയാണ്. നേരത്തെ സുഭാഷ് ബാബു സാർ പറഞ്ഞതുപോലെ ഇത് അത്രയും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കേരള പോലീസിന് ഇരിക്കട്ടെ എന്ന് കരുതി അന്വേഷണം നടത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൽ പരാജയപ്പെടുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം ഈ കേസിൽ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്തി, കൃത്യമായ ഇടപെടലായിരുന്നു. കേരള പോലീസ് പ്രതിയെ തിരിച്ചു കൊണ്ടുവരുന്നു. അതിന് തൊട്ടു പിന്നാലെ കേരള മുഖ്യമന്ത്രി പോലും കേരള പോലീസിനെ പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അഭിനന്ദിക്കുന്നു. അപ്പോൾ കേരള പോലീസ് ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോയി. കാരണം ഞങ്ങൾ കരുതിയാൽ, ഞങ്ങൾ ശ്രമിച്ചാൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാവും, എല്ലാവരെയും പിടികൂടാനാവും എന്നൊരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ NIAക്ക് നൽകുന്നതിന് മുൻപ് ഈ കേസ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കണം എന്നൊരു അതിബുദ്ധിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇടപെടലോ കേരള പോലീസ് നടത്തിയതല്ലേ യഥാർത്ഥത്തിൽ ഇത്രയും നാൾ വൈകാനുള്ള ഒരു കാരണമായി മാറിയത്? ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ചയിൽ ഇതേ ചാനലിൽ തന്നെ അതാണെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട സേനാപതി ചേട്ടൻ പറഞ്ഞത്. ഈ വ്യക്തി, അതായത് ഈ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ, അവനത് ഏത് സാഹചര്യത്തിൽ ചെയ്തു എന്നത് നമ്മൾ അടിയന്തരമായി പഠിക്കേണ്ടതാണ്. തുല്യമല്ല ഇപ്പോൾ ഈ പറഞ്ഞ സക്കീർ നായിക്കിന്റെയൊക്കെ കഥകൾ കണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് അതിൽ ആകൃഷ്ടനായി അദ്ദേഹം ചെയ്ത ഒരു കൊലപാതകമാകാം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിന് പിന്നില്ല വേറെ ആരെങ്കിലും ഇല്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടില്ല.
ഞങ്ങളുടെ ഒരു വാദഗതിയും അങ്ങനെയല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മതമൗലികവാദവും ഭീകരവാദവും ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? ഇവിടെ നാദൂറാം വിനായക ഗോഡ്സെയും ഒരു മതമൗലികവാദിയായിരുന്നു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴും ഒരു സിഖ് ഭീകരൻ പിന്നിൽ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോഴും അതിൽ ചില ഭീകരവാദികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതിന് തുല്യമായി ഈ വിഷയത്തെ എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? എല്ലാ കാലത്തും ഇന്ത്യ വിഭജനം തുടങ്ങി, അതാണ് ചോദ്യം ശ്രീ ആയുർ ബിജു. ഇത്രത്തോളം ഗൗരവമുണ്ടായിട്ടും എന്തേ ലാഘവം എന്നാണ് ചോദ്യം. അല്ല, ഒരു ലാഘവുമില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇവിടെ രണ്ടുപേരും ഒരേ രീതിയിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു ആശയം പറഞ്ഞു. ഭാഷ ഈ ഇതിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിൽ ഭാഷ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട് കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ. സുഭാഷ് ബാബു സാറിന്റെ മുൻകാല ആൾക്കാര്, പോലീസ് ഉദ്യോഗസ്ഥര് ഭാഷയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. സുകുമാരക്കുറുപ്പിനെ പിടിച്ചോ? എത്രയോ തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, ഇന്നും പിടിച്ചോ? അത് ഭാഷയൊന്നുമല്ല. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏത് ഭാഷയും സംവാദം നടത്തുവാൻ പറ്റിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എല്ലാ മേഖലയിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാഷയുടെ പേരിൽ ഈ കേസ് ഇല്ലാതായി പോകും എന്നൊന്നും പറഞ്ഞ വാദത്തെ അംഗീകരിക്കാൻ എനിക്കാകുകയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടി പറയാം. ഈ കേസിലെ പ്രതിയെ കണ്ടെത്തേണ്ടതും ഈ പ്രതിയുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്തേണ്ടതും അത് ഏത് സംഘടനയാണ് എന്ന് കണ്ടെത്തേണ്ടതും നമ്മൾ ഓരോ വ്യക്തികളുടെ ആവശ്യമാണ്. ഇവിടെ എന്തിനാ, ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം കൂടി മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്തിന് ഞങ്ങളെ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ, ഞങ്ങളുടെ പോലീസിനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു? ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ പ്രതി ഈ തീവെയ്പ്പ് കേസിൽ അദ്ദേഹത്തിനും പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കെട്ടിയിട്ട് തീവ്രമായ വേദനയിൽ നിൽക്കുന്ന ഒരു പ്രതിയെ ഒരു 3 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മരുന്ന് കൊടുത്താൽ മാത്രമേ ഇദ്ദേഹത്തെ സ്വാഭാവികമായി നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ. അപ്പൊ ആ 3 ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞ 12 ദിവസത്തിൽ നിന്നും നിങ്ങൾ 3 ദിവസം വിടും. ബാക്കിയുള്ള 9 കേരള പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല. അന്ന് കൃത്യമായ ഇടപെടലാണ്, പിന്നീട് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയിട്ടുമുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. സമയപരിമിതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. അവസാനമായി ശ്രീ സുഭാഷ് ബാബുവിലേക്ക് കൂടി ഒന്നുകൂടി പോവുകയാണ്. കാരണം ഇനി എന്താണ്, ഈ കേസിൽ UAPA ചുമത്തി കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? NIA ഈ കേസ് ഏറ്റെടുത്താൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് സാധ്യത? ശ്രീ സുഭാഷ് ബാബു, ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, കേരള ഗവൺമെന്റ് ഇതിന്റെ ഒരു റിപ്പോർട്ട് സെൻട്രൽ ഹോം മിനിസ്ട്രിയിലേക്ക് അയക്കുകയും അവര് അത് പരിശോധിച്ചതിന് ശേഷം NIA ഈ കേസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. അതിന് കാലവിളംബം ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്തായാലും ആ താമസമേ ഇനി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവര് റിപ്പോർട്ട് അയക്കണം, അയച്ചില്ല, പിന്നെ ഇവര് തന്നെ തുടർന്ന് അന്വേഷിക്കാൻ, UAPA ആയാലും തുടർന്ന് അന്വേഷിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ UAPA ആയ സ്ഥിതിക്ക് അവസാനം കേസിന്റെ അന്ത്യഭാഗത്ത് എത്തുമ്പോഴെങ്കിലും മറ്റവർ അന്വേഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അല്പതാമസം അതിനകത്ത് വരും എന്നല്ലാണ്ട് അവരെ അന്വേഷിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരെന്തായാലും ശരി, ഈ തെളിവിന്റെ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. ബാക്കി ഒന്നാമതാണ് അവർ അന്വേഷണം തുടങ്ങുന്നത്. അവര് അന്വേഷണം തുടങ്ങിയതിന് ശേഷം വളരെ വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടാം എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ശരി. കോഴിക്കോട് എലത്തൂരിൽ ഒരു രാത്രിയിൽ ട്രെയിനിൽ കയറിയ ഒരു യുവാവ് ആളുകൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീക്കൊളുത്തിയ സംഭവത്തിന് പിന്നിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാൻ ഇവിടെ ആരും തയ്യാറായില്ല. ഒടുവിൽ പ്രതിയെ പിടിച്ച് മണിക്കൂറുകൾ ചോദ്യം ചെയ്തിട്ടും അയാൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു, ഇനിയും കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്, പ്രതിക്ക് മൗലികവാദികളുമായി അടുപ്പമുണ്ട്, എല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ആരുടെ സഹായം, എവിടെ നിന്ന് സഹായം, സംഘടനകളുടെ സഹായമുണ്ടോ, കേരളത്തിൽ എങ്ങനെ എത്തി, ഇങ്ങനെ നീളുന്നുകയാണ് ആ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ എന്തേ കേരള പോലീസിന് സാധിച്ചില്ല എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഒപ്പം തീവ്രവാദ ബന്ധം കണ്ടെത്താൻ കേരള പോലീസ് ഇത്രയും നാളെടുത്തുവെങ്കിൽ ഇത്രയും നാൾ ഒപ്പം ചേർക്കേണ്ടി വന്ന തെളിവുകൾ ഇനി എങ്ങനെ കണ്ടെത്താനാവും എന്ന ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ക്വസ്റ്റ്യൻ അവർ ചർച്ച ചെയ്തത്. അതിഥികളായി എത്തിയത്
റിട്ടയർഡ് SP സുഭാഷ് ബാബു, LDF നേതാവ് ആയർ ബിജു, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു എന്നിവരാണ്. മുഴുവൻ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.